dear ones, welcome to exam point. അപ്പോൾ സമ്മർ സീസൺ ഒക്കെ കഴിഞ്ഞ് റെയിനി സീസണും പുതിയ അക്കാഡമിക് ഇയർ ഓപ്പണിങ്ങും 5th സ്റ്റാൻഡേർഡിൽ നിന്ന് 6th സ്റ്റാൻഡേർഡിലോട്ട് ആകുന്ന ആ ഒരു വൈബ് ഒക്കെ ആയിട്ടാണ് നിങ്ങൾ പുതിയ ഒരു ഈ വർഷത്തെ വരവേൽക്കുന്നത്. അപ്പോൾ എന്താണ് പുതിയതായിട്ട് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ക്ലാസ്സസ് ചിലപ്പോൾ എല്ലാം സെയിം ആയിരിക്കും, ഫ്രണ്ട്സ് ഒക്കെ സെയിം ആണ്, നിങ്ങൾ പഠിക്കുന്ന സ്കൂള്, ടീച്ചേഴ്സ് ഒക്കെ മാറി അല്ലേ, ക്ലാസ് ടീച്ചർ മാറി, വേറെ എല്ലാം കുറേ ചേഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ പഠിക്കാനുള്ള കാര്യത്തിൽ എന്താണ് ഫീലിംഗ്, കുറച്ചും കൂടി കൂടുതൽ പഠിക്കാനുണ്ടാവും അല്ലേ. 5th സ്റ്റാൻഡേർഡിൽ ബുദ്ധിയല്ലല്ലോ നിങ്ങൾക്ക് 6th സ്റ്റാൻഡേർഡിൽ കുറച്ചും കൂടി ബുദ്ധി വലുതായില്ലേ, അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി ഒക്കെ കൂടിയില്ലേ. സോ 2 മാസം നമുക്ക് കംപ്ലീറ്റ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ ബുദ്ധിക്ക് എന്തായാലും മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും റെസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അടുത്ത ആരെങ്കിലും ചെയ്തായിരുന്നോ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ, ലൈക്ക് വേറെ എന്തെങ്കിലും കമ്പ്യൂട്ടറോ അങ്ങനെ റിലേറ്റഡ് എന്തെങ്കിലും കോഴ്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. നിങ്ങൾ എന്തായാലും കുഞ്ഞു കുട്ടികളല്ലേ, അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ പുതിയ അക്കാഡമിക് ഇയറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതും മഴയായിട്ട് റിലേറ്റഡ് ആണോ എന്ന് വെച്ചാൽ മഴയല്ല. പക്ഷേ ഈ മഴക്കൊരു പ്രത്യേകതയുണ്ട്, എന്താണെന്നറിയോ, സ്നേഹത്തിൻ്റെ മഴയാണ്. റെയിൻ ഓഫ് ലവ്, അതാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര്. റെയിൻ ഓഫ് ലവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സ്നേഹം ഇങ്ങനെ പെയ്യുകയാണ്. അപ്പൊ ആരാണ് നമ്മളെ സ്നേഹിക്കാൻ നിൽക്കുന്നത്? അപ്പൊ എന്തായാലും പുതിയ ചാപ്റ്ററിന്റെ പേര് അതിമനോഹരമാണ്. പുതിയ ചാപ്റ്ററിന്റെ പുതിയ യൂണിറ്റ് അതിമനോഹരമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, റെയിൻ ഓഫ് ലവ്. അപ്പൊ എവിടേക്കോ നല്ല നിറയെ സ്നേഹമായിട്ടാണ് നിങ്ങളെ നിങ്ങളുടെ പുതിയ ക്ലാസ് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും അൺകണ്ടീഷണൽ ലവ് എന്ന് വെച്ചാൽ ഒരു കണ്ടീഷനും വെക്കാതെ നമ്മളെക്കാൾ കൂടുതൽ നമ്മളെ സ്നേഹിക്കുക എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും. നമ്മുടെ ഫാമിലിയാണ് അല്ലേ. ഇപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവും, കുറേ പേരുണ്ടെങ്കിലും നമ്മളെ ഏറ്റവും അധികം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയാണ് നമ്മളെ അങ്ങനെ സ്നേഹിക്കുന്ന ആൾക്കാർ. പിന്നെ സിബ്ലിങ്സ് ഇല്ലേ, ഒരു പരിധിയിൽ കൂടുതൽ അല്ലെങ്കിൽ വേറെ ആൾക്കാർ നമ്മളെ സ്നേഹിക്കാറില്ല, അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ടാവും തിരിച്ചും, ഇന്നത് വേണം അത് വേണം. പക്ഷേ ഒരു പ്രതീക്ഷകളും ഇല്ലാതെ ഒന്നും തിരിച്ച് ആഗ്രഹിക്കാതെ നമ്മളെ സ്നേഹിക്കുന്നവരെന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് അവർ ഫാമിലി. അപ്പോൾ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ അവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടാണ് റിലേറ്റഡ് ആണ് ഈ ചാപ്റ്റർ പോകുന്നത്. ഫാമിലി ട്രീ എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി മരമാണ്. ആ മരത്തിൽ ആരൊക്കെ ഉണ്ടാവുക? എല്ലാവരും വേണം അല്ലേ. തുടങ്ങി, അതായത് ഞാൻ ഉൾപ്പെടെ ബാക്കി എല്ലാവരും വേണം. ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ യുവർ ഫാമിലി? നിങ്ങളുടെ ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിനൊക്കെ ഉത്തരം എഴുതേണ്ടത് നിങ്ങൾ തന്നെയാണ്. മിസ്സിന് ഓരോരുത്തരുടെയും വീട്ടിൽ എത്ര പേരുണ്ടെന്നൊന്നും അറിയില്ലല്ലോ. സോ യു ഹാവ് ടു റൈറ്റ് ദ ആൻസർ. ഹൂ ആർ ദേ, ആരൊക്കെയാണ് അതെന്ന് എഴുതണം. അപ്പം മേ ബി നിങ്ങളൊക്കെ ഇപ്പോൾ ജോയിൻറ്റ് ഫാമിലി ചിലവർ ജോയിൻറ്റ് ഫാമിലി ആയിരിക്കും, അല്ലെങ്കിൽ ചിലവർ ന്യൂക്ലിയർ ഫാമിലി ആയിരിക്കും. അപ്പോൾ ജോയിൻറ്റ് ഫാമിലിയിലുള്ളവർക്ക് എഴുതി വരുമ്പോൾ ഒരുപാട് പേരുടെ പേര് എഴുതാനുണ്ടാവും. ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുമ്പോൾ ആകെ അച്ഛൻ, അമ്മ, 2 പിള്ളേർ, ചിലപ്പോൾ ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും, അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ നിങ്ങളുടെ ഫാമിലി ട്രീ കുറച്ചും കൂടി ചെറുതായിരിക്കും. അപ്പോൾ ഫാമിലി ട്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. കളക്ട് ഡീറ്റെയിൽസ് ഓഫ് യുവർ പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസ് എക്സെട്ര. അപ്പോൾ ഇത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. നിങ്ങൾക്ക് പാരൻസിൻ്റെ പേര് അറിയാൻ പറ്റുമല്ലോ, അതറിയാത്ത കുട്ടികൾ ആരുമില്ല. ഗ്രാൻഡ് പാരൻസിൻ്റെ പേരും, അതായത് 2 പേരുടെ, ഫാദറിൻ്റെയും മദറിൻ്റെയും അറിയാൻ പറ്റണം. അത് കൂടാതെ ഫാദറിൻ്റെ പാരൻറ്റിൻ്റെ ഗ്രാൻഡ് പാരൻറ്റ്, അതൊരു ഹോംവർക്കായിട്ട് എടുക്കുക. അറ്റ്ലീസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസിൻ്റെ പേരെങ്കിലും അറിയണ്ടേ. അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോട് ചോദിച്ചാൽ മതി. ഇപ്പോൾ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് അവരുടെ അച്ഛനും നമ്മുടെ പേര് ചോദിച്ചാൽ മതിയല്ലോ, അപ്പോൾ അവർ പറഞ്ഞുതരും. ഓക്കെ, റൈറ്റ് ദെയർ നെയിംസ് ആൻഡ് കംപ്ലീറ്റ് ദ ഫാമിലി ട്രീ. അപ്പോൾ ഇതാണ് ഫാമിലി ട്രീ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കാണാം ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ഇപ്പോൾ ഗ്രാൻഡ് മദർ, ഇപ്പോൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ പേര് എഴുതുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതണം, മദറിൻ്റെ പേര് എഴുതണം, ഫാദറിൻ്റെ പേര് എഴുതണം, പിന്നെ മദറിൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ പേര് എഴുതണം, ഗ്രാൻഡ് ഫാദറിൻ്റെ പേര്, പിന്നെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഉണ്ട്, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഓഫ് ഗ്രാൻഡ് മദർ ഉണ്ട്, ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ആൻഡ് ഗ്രാൻഡ് ഫാദർ ഓഫ് ഗ്രാൻഡ് ഫാദർ ഉണ്ട്. അങ്ങനെ ഇപ്പുറത്തെ സൈഡും ഉണ്ട്, മദറിൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഉണ്ട്, പിന്നെ അവരുടെയൊക്കെ 2 പേരുടെയും പാരൻസ്. കണ്ടോ, ദിസ് ഈസ് ഹൗ യു ഹാവ് ടു പ്രിപ്പയർ ദിസ് ഫാമിലി ട്രീ. ഇത് ഉറപ്പായിട്ടും നിങ്ങളിത് ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലെ ആൻസിസ്റ്റേഴ്സ് ആരാണ്, പൂർവികരെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടില്ലേ. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്, നിങ്ങളുടെ പേര് ചിലപ്പോൾ ഗ്രാൻഡ് പാരൻസ് ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേ? ഈ ടാസ്ക് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ.
ഇനി നമ്മൾ ഓഥറിനെ കുറിച്ച് അബൌട്ട് ദ ഓഥർ. കേശവൻ ശങ്കരപിള്ളൈ 1902 ജനിച്ചത്, മരിച്ചത് 1989 1989. പോപ്പുലർലി നോൺ ആസ് ശങ്കർ. അപ്പൊ ശങ്കർ എന്നാണ് കോമൺലി അറിയപ്പെടുന്നത്. ഇന്ത്യൻ കാർട്ടൂണിസ്റ്റ് ആൻഡ് റൈറ്റർ ആണ്. ഒരു കാർട്ടൂണിസ്റ്റും ആണ് റൈറ്ററും ആണ്. നമ്മുടെ ഇന്ത്യൻ റൈറ്റർ ആണ് കേട്ടോ. ഹി ഈസ് കൺസിഡർഡ് ആസ് എ ഫാദർ ഓഫ് ഇന്ത്യൻ കാർട്ടൂൺസ്. അപ്പൊ ഫാദർ ഓഫ് ഇന്ത്യൻ കാർട്ടൂൺസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരുടെ പേര് പറയും? ശങ്കർ എന്ന് പറയും, അല്ലെങ്കിൽ കേശവ ശങ്കരപിള്ള എന്ന് പറയാം. ഹി ഈസ് പാർട്ടിക്കുലർലി നോട്ടഡ് ഫോർ ഹിസ് പൊളിറ്റിക്കൽ കാർട്ടൂൺസ്. പൊളിറ്റിക്കൽ കാർട്ടൂൺസിന് ആണ് കൂടുതൽ അറിയപ്പെടുന്നത്. ഈ ഓരോ മന്ത്രിമാരുടെയൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ചില ഹാസ്യ രൂപേണ അവതരിപ്പിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ആ പൊളിറ്റിക്കൽ കാർട്ടൂൺസിനാണ് ഹി ഈസ് famous. He is most remembered for establishing Children's Book Trust in 1957 and Shankar's International Dolls Museum in 1965. അപ്പോൾ കൂടുതൽ ഓർമ്മിക്കപ്പെടുന്നത് വേറെ കാര്യങ്ങൾ കൂടിയുണ്ട്. റൈറ്റർ മാത്രമല്ല, കുറേ ആക്ടിവിറ്റീസും ഉണ്ട്. എന്താണ്? ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് 1957. പിന്നെ ശങ്കർ ഇന്റർനാഷണൽ ഡോൾസ് മ്യൂസിയം 1965 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുണ്ട്? ശങ്കർ വോൺ മെനി അവാർഡ്സ്. കുറേ അവാർഡ്സും കിട്ടിയിട്ടുണ്ട്. പത്മശ്രീ കിട്ടിയിട്ടുണ്ട് 1956, പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട് 1966, പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട് 1976. അപ്പോൾ സോ ഹി ഹാസ് വൺ so many awards also. His work Life with a Grandfather is a fiction published in 1953. ഈ ഫിക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സാങ്കല്പികമാണ്, ലൈക്ക് സാങ്കല്പിക കഥയാണ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ ആണ്. അപ്പോൾ അതിൻ്റെ 1953 അത് പബ്ലിഷ് ചെയ്തത്. സോ ദാറ്റ് ഇസ് എ ഫിക്ഷണൽ സ്റ്റോറി. സാങ്കല്പികം. നമ്മൾ മിക്കപ്പോഴും ഫിക്ഷണൽ നോൺ ഫിക്ഷൻ നമ്മൾ ബുക്സ് ഒക്കെ റീഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ കുറേ കാറ്റഗറീസ് പറയും. നിങ്ങൾക്ക് എന്ത് സ്റ്റോറിയാണ് ഇഷ്ടം? ഫിക്ഷൻ ആണോ, നോൺ ഫിക്ഷൻ ആണോ? അങ്ങനെ കുറേ കാറ്റഗറീസ് അവർ നമുക്ക് പറഞ്ഞു തരും. പോയട്രി ആണോ, പ്രോസ് ആണോ, അതോ എസ്സേസ് ആണോ? അങ്ങനെ കുറേ ട്രാവലോഗ്സ് ഉണ്ട്. കുറേ വെറൈറ്റീസ് ഓഫ് ബുക്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈബ്രറിയിൽ പോവുക, ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കുക, നിങ്ങൾക്ക് അറിയാൻ പറ്റും അതൊരു വിശാലമായ ലോകമാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ ആയുഷ്കാലത്തിൽ എന്തായാലും ഒരു ലൈബ്രറിയിലുള്ള ബുക്കോ അറ്റ്ലീസ്റ്റ് എല്ലാ കാറ്റഗറിയിലുള്ള കുറേ ബുക്സ് ഒക്കെ വായിച്ച് ടു ബി റെഡ്, അതായത് TBR കുറക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വെരി ടഫ് ടാസ്ക് ആക്ച്വലി. ബുക്കുകളിലും നമുക്ക് വേറെ കുറേ ജോലികളുണ്ട്, വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ. അപ്പോൾ ബുക്സിനെ സ്പെൻഡ് ചെയ്യാൻ മാക്സിമം 1 hour നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കുറേ ബുക്ക് വായിക്കാനുള്ള സമയമൊന്നുമില്ല. പക്ഷെ ആ വിശാലമായ ലോകത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ വണ്ടർഫുൾ ലൈഫ്. അങ്ങനെ തന്നെ മിസ് പറയുള്ളൂ. കാരണം മിസ്സിന് ബുക്സ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആക്ടിവിറ്റീസും ഒക്കെ നിങ്ങളും ചെയ്യുമ്പോൾ ഇപ്പം ഒരു ബുക്ക് വായിച്ചു തുടങ്ങിയാൽ മതി, പിന്നെ ഇൻട്രസ്റ്റ് ആയിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ ഇവരൊക്കെ അതുപോലെ വലിയ കുറേ ബുക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് വായിക്കാനായിട്ട്. അപ്പോൾ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ നമ്മുടെ കഥയുടെ പേരെന്താണ്? ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്നാണ്. ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പൂപ്പന്റെ കൂടെയുള്ള ജീവിതം, അല്ലെങ്കിൽ മുത്തശ്ശന്റെ ഒപ്പം ഉള്ള ജീവിതം എന്നാണ് കഥയുടെ ടൈറ്റിൽ. അപ്പോൾ നമുക്ക് നോക്കാം. ദിസ് ഇസ് രാജാസ് ഫാമിലി. അപ്പോൾ രാജയുടെ ഫാമിലി തന്നിട്ടുണ്ട്. ഈ ഫോട്ടോയിൽ കാണാമല്ലോ, നിങ്ങളുടെ ടെക്സ്റ്റുകളിൽ ഇമേജ് ഉണ്ട്. ക്യാൻ യു ഗസ് ഹു ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി ആർ? ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഇപ്പം എന്ത് പറയും? അപ്പൂപ്പനുണ്ട്, അമ്മൂമ്മയുണ്ട്, രാജയുണ്ട്, പിന്നെ അച്ഛനാണെന്ന് തോന്നണം. അങ്ങനെ നിങ്ങൾ പറയുമായിരിക്കും അല്ലേ? ഹൂ ഡസ് രാജ ലൈക്ക് ദ ബെസ്റ്റ് ഇൻ ഹിസ് ഫാമിലി? ആരെയാണ് രാജയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫാമിലിയിൽ? റീഡ് ദ സ്റ്റോറി ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ് ടു ദിസ് ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മൾ കഥ വായിച്ചിട്ട് ഇതിലുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കഥ വായിക്കാതെ ഈ ഫോട്ടോയിലുള്ളത് ആരാണെന്നോ രാജയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണെന്നോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. സോ നമ്മൾ കഥയിലോട്ട് പോവാണേ. മൈ ഹോം എവറിബഡി കോൾ മീ രാജ. എല്ലാവരും എന്നെ എന്താ വിളിച്ചിരുന്നത്? രാജ എന്നാണ് വിളിച്ചിരുന്നത്. ഇറ്റ് ഇസ് നോട്ട് മൈ റിയൽ നെയിം ബട്ട് ഐ ലൈക്ക് ബി കോൾഡ് രാജ. അതെന്റെ യഥാർത്ഥ പേരല്ല, പക്ഷെ എനിക്ക് രാജ എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. ഐ ലിവ്ഡ് വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ. ഞാൻ ആരുടെ കൂടെയാണ് ജീവിച്ചിരുന്നത്? എൻ്റെ അപ്പൂപ്പൻ്റെയും അമ്മയുടെ കൂടെയാണ് ജീവിച്ചിരുന്നത്. ദേ വേ മൈ ഗാർഡിയൻസ്. അവരായിരുന്നു എൻ്റെ രക്ഷകർത്താക്കൾ. മൈ മദർ ഡൈഡ് വെൻ ഐ വാസ് യങ്. എൻ്റെ അമ്മ മരിച്ചുപോയി. എപ്പോൾ? ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി. മൈ ഫാദർ ലെഫ്റ്റ് മീ വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ് ഹു ബ്രോട്ട് മീ അപ്പ്. അപ്പോൾ എൻ്റെ അച്ഛൻ ഗ്രാൻഡ് പാരൻസിനെ ഏൽപ്പിച്ചു. അവരാണ് എന്നെ വളർത്തിക്കൊണ്ടുവന്നത് എന്നാണ് രാജ പറയുന്നത്. അപ്പോൾ രാജയുടെ ഫാമിലിയിൽ ആരൊക്കെയാണോ ഉള്ളത്? ഇപ്പോൾ രാജയുടെ ഫാമിലിയിൽ ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ ഉണ്ട്, ഗ്രാൻഡ് മദർ ഉണ്ട്, രാജയുണ്ട്. രാജയുടെ പേര് രാജ എന്ന യഥാർത്ഥ പേര് അതല്ല, പക്ഷെ വിളിക്കുന്നത് അങ്ങനെയാണ് ഇഷ്ടം. അച്ഛൻ ഉണ്ടോ? അച്ഛൻ രാജനെ ഉപേക്ഷിച്ച് പോയതായിട്ടാണ് കഥയിൽ പറയുന്നത്. അമ്മ മരിച്ചുപോയി. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ രാജനെ കുറിച്ച്. വി ലിവ്ഡ് ഇൻ എ ലാർജ് ഹൗസ്. അവര് ഒരു വലിയൊരു വീട്ടിലാണ് ജീവിച്ചിരുന്നത്. അത്യാവശ്യം റിച്ച് ആയിരിക്കും അല്ലെ. ബട്ട് വി വെർ എ സ്മോൾ ഫാമിലി.
വലിയ വീടായിരുന്നെങ്കിലും ഞങ്ങളൊരു ചെറിയ കുടുംബമായിരുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? അതിലുള്ള മെമ്പേഴ്സ് ഭയങ്കര ചെറുതാണ്, അല്ലെങ്കിൽ എണ്ണം കുറവാണ്. ദേ വേ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, അങ്കിൾ ആൻഡ് ഐ. ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് ആ വീട്ടില്? ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നു, ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു, അങ്കിൾ ഉണ്ടായിരുന്നു, പിന്നെ ഐ. അപ്പോൾ ആ ഫോട്ടോയിൽ കണ്ട ഇതില് ആരൊക്കെയാണുള്ളതെന്ന് മനസ്സിലായല്ലോ. ഗ്രാൻഡ് ഫാദർ ഉണ്ട്, ഗ്രാൻഡ് മദർ ഉണ്ട്, അങ്കിൾ ഉണ്ട്, രാജയുണ്ട്, അല്ലേ? അപ്പോൾ ഫാദർ അല്ല, അത് അച്ഛനാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുമെങ്കിലും ഇറ്റ് ഇസ് നോട്ട് ഫാദേഴ്സ് പിക്ചർ, ഇറ്റ് ഇസ് അങ്കിൾസ്. മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. വി ഹാഡ് മെനി റിലേറ്റീവ്സ് ബട്ട് ദേ ലിവ്ഡ് ഇൻ ദെയർ ഓൺ ഹൗസസ്. കുറേ ബന്ധുക്കൾ ഉണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ അവരുടെ വീട്ടിലല്ലേ താമസിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ, നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നത് നിങ്ങളുടെ കുടുംബമാണ്. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടം പോലെ കസിൻസും റിലേറ്റീവ്സും അങ്കിൾസും ആൻറ്റീസും ഒക്കെ ഉണ്ടാവും. അവരൊക്കെ അവരവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ വരുന്നു, പിന്നെ ഇടക്ക് വീട്ടിൽ വിസിറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയല്ലേ നമ്മളെല്ലാം ഇവരെല്ലാവരെയും കാണുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ രാജക്കും ഇഷ്ടം പോലെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ അവരുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഗ്രാൻഡ് ഫാദർ വാസ് എ ടോൾ സ്ട്രോങ് മാൻ. അപ്പൊ ഗ്രാൻഡ് ഫാദറിന് അപ്പിയറൻസ് പറയുവാണ്, ഗ്രാൻഡ് ഫാദർ പൊക്കമുള്ള ഒരു ബലവാനായ ഒരു മനുഷ്യനായിരുന്നു എന്നാണ് പറയുന്നത്. ഹി ഓൾവേസ് സ്പോക്ക് ഇൻ എ ലൗഡ് വോയിസ്. ഏത് നേരവും ഒച്ചത്തിലാണ് ഗ്രാൻഡ് ഫാദർ സംസാരിക്കുക. ഹി ന്യൂ എവ്രി വൺ ഇൻ ദ വില്ലേജ്. ആ വില്ലേജിലുള്ള എല്ലാ ആൾക്കാരെയും ആർക്കറിയായിരുന്നു? ഗ്രാൻഡ് ഫാദറിന് അറിയായിരുന്നു, മുത്തശ്ശന് അറിയായിരുന്നു, അപ്പൂപ്പന്. പീപ്പിൾ റെസ്പെക്റ്റഡ് ഹിം. ജനങ്ങൾക്ക് ഭയങ്കര ആദരവായിരുന്നു ഗ്രാൻഡ് ഫാദറിനോട്. ദി കെയിം ടു ഹിം ഫോർ അഡ്വൈസ് ആൻഡ് ഹെൽപ്പ്. അപ്പം എന്തെങ്കിലും സഹായത്തിനോ എന്തെങ്കിലും ഉപദേശമോ എന്തെങ്കിലുമൊക്കെ അതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് അവര് അപ്പൂപ്പൻ്റെ അടുത്ത് വരുമായിരുന്നു. ഗ്രാൻഡ് മദർ വാസ് കൈൻഡ് ആൻഡ് ജെന്റിൽ. അപ്പോൾ ഗ്രാൻഡ് മദർ എന്താണ്? ഭയങ്കര കൈൻഡ് ആയിരുന്നു, ഭയങ്കര ദയുള്ള, ഭയങ്കര സ്നേഹമായ, ഭയങ്കര സോഫ്റ്റ് ഹാർട്ടഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ആളായിരുന്നു ഗ്രാൻഡ് മദർ. ഷീ ടുക്ക് ഗുഡ് കെയർ ഓഫ് മീ. ഗ്രാൻഡ് മദർ എന്നെ നന്നായിട്ടാണ് നോക്കുന്നത്. ഷീ വുഡ് ഫോളോ മീ ലൈക്ക് എ ഷാഡോ സേയിങ് ഡ്രിങ്ക് ദിസ് മിൽക്ക് ഓർ ഈറ്റ് യുവർ ഫുഡ് ഓർ ഹാവ് യുവർ ബാത്ത് ഓർ ഗോ ടു ബെഡ്. അപ്പൊ എന്താണ്? രാജൻ ഏതു നേരം ഒരു ഷാഡോ പോലെ, ഒരു നിഴല് പോലെയാണ് ഫോളോ ചെയ്യുക. എന്നിട്ട് എന്തൊക്കെയായിരിക്കും പറയുക? ഡ്രിങ്ക് ദിസ് മിൽക്ക്, പാല് കുടിക്കൂ എന്ന് പറയും, അല്ലെങ്കിൽ ഈറ്റ് യുവർ ഫുഡ്, ഫുഡ് കഴിക്കാൻ പറയും, അല്ലെങ്കിൽ ഹാവ് യുവർ ബാത്ത്, കുളിക്കാൻ പറയും, പിന്നെ എന്താ, ഗോ ടു ബെഡ്, കിടന്നുറങ്ങാൻ വേണ്ടി പറയും. അപ്പൊ ഇങ്ങനെ ഏത് നേരവും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആവർത്തിച്ചുകൊണ്ട് ഒരു നിഴല് പോലെ നമുക്ക് രാജയുടെ പുറകെ കാണാവുന്ന ഒരാളാണ് ഗ്രാൻഡ് മദർ. ഐ ഡിഡ് നോട്ട് ലൈക്ക് ദിസ് ബട്ട് സ്റ്റിൽ ഐ ലവ്ഡ് ഹർ വെരി മച്ച്. എനിക്കിത് ഇഷ്ടമല്ലായിരുന്നു, ഇങ്ങനെ ഏത് നേരവും അത് ചെയ്യൂ ഇത് ചെയ്യൂ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ എനിക്ക് ഗ്രാൻഡ് മദറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ രാജക്ക് ആ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള ആളാരാണ്? ഗ്രാൻഡ് മദർ അല്ലേ. അപ്പൊ നമുക്ക് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടി, പക്ഷെ നമ്മുടെ കഥ എന്താണെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഗ്രാൻഡ് മദറിനെയും ഗ്രാൻഡ് ഫാദറിനെയും കഥയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. മൈ അങ്കിൾ വാസ് യങ് ആൻഡ് വെരി ക്ലെവർ. അങ്കിൾ എങ്ങനെയായിരുന്നു? ഇനി അങ്കിളിനെ കുറിച്ചാണ് പറയുന്നത്. അങ്കിൾ എന്ന് പറയുമ്പോൾ അമ്മാവൻ എന്നാണ്. അമ്മാവൻ എങ്ങനെയായിരുന്നു? ഭയങ്കര ചെറുപ്പക്കാരനും ഭയങ്കര ബുദ്ധിയുമായിരുന്നു. ഓക്കെ. ഹി ഹെൽപ്ഡ് ഗ്രാൻഡ് ഫാദർ ഇൻ ലുക്കിംഗ് ആഫ്റ്റർ ഹിസ് ഫീൽഡ്സ് ആൻഡ് ഗാർഡൻസ്. എന്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ ഗ്രാൻഡ് ഫാദറിന് അപ്പൂപ്പനെ സഹായിക്കുമായിരുന്നു. എന്ത്? പാടവും തോട്ടവും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുമായിരുന്നു. പീപ്പിൾ ലൈക്ഡ് ഹിം ആൻഡ് ഐ ടു ലൈക്ഡ് ഹിം വെരി മച്ച്. ജനങ്ങൾക്കും ഇഷ്ടമായിരുന്നു, എനിക്കും ഇഷ്ടമായിരുന്നു. വെനെവർ ഐ വാസ് ഇൻ ട്രബിൾ അങ്കിൾ വുഡ് കം ടു മൈ ഹെൽപ്പ്. ഞാൻ എന്തെങ്കിലും ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടിയാൽ ആരായിരിക്കും സഹായിക്കാൻ വരിക? രാജനെ സഹായിക്കാൻ വരുന്നത് രാജയുടെ അമ്മാവനായിരിക്കും, അങ്കിളായിരിക്കും. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് 3 ക്യാരക്ടേഴ്സ് ആ വീട്ടിൽ രാജയുണ്ടെന്ന് മനസ്സിലായി, രാജയുടെ കൂടാതെ ഗ്രാൻഡ് ഫാദർ ഉണ്ടെന്ന് മനസ്സിലായി, ഗ്രാൻഡ് മദർ ഉണ്ട്, അങ്കിൾ ഉണ്ട്. ഈ 3 ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അറ്റ് ഹോം ഐ ഡിഡ് നോട്ട് ഹാവ് എനി ഫ്രണ്ട് ടു പ്ലേ വിത്ത്. അപ്പൊ രാജക്ക് വീട്ടിൽ കളിക്കാൻ ആരും ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ ക്യാരക്ടേഴ്സിനൊക്കെ കണ്ടു, അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി രാജക്ക് കളിക്കാൻ ആരും ഇല്ലായിരുന്നു. ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ലൈക്ക് മൈ ഗോയിങ് ഔട്ട് ടു പ്ലേ വിത്ത് അതർ ചിൽഡ്രൻ. അപ്പൊ അപ്പൂപ്പന് ഇഷ്ടമല്ലായിരുന്നു രാജ പുറത്തു പോയിട്ട് ബാക്കിയുള്ള കുട്ടികളായിട്ട് കളിക്കുന്നത്. ഗ്രാൻഡ് ഫാദറിന് ഇഷ്ടമല്ലായിരുന്നു. ഹി ബിലീവ് ദാറ്റ് ഐ വുഡ് ബി സ്പോയിൽഡ് ഇഫ് ഐ ഡിഡ് സോ. എന്താണ്? ഞാൻ പുറത്തേക്ക് കളിച്ചാൽ ഞാൻ ചീത്തായി പോകും എന്നായിരുന്നു അപ്പൂപ്പൻ വിചാരിച്ചിരുന്നത്. അതർ ചിൽഡ്രൻ ഡിഡ് നോട്ട് ലൈക്ക് ടു കം ടു അവർ ഹൗസ് ബിക്കോസ് ദേ വെർ അഫ്രേഡ് ഓഫ് ഗ്രാൻഡ് ഫാദർ. ബാക്കിയുള്ള പുറത്തുനിന്നുള്ള കുട്ടികൾക്ക് ഇവിടെ വന്നത് ഇഷ്ടമല്ലായിരുന്നു, കാരണം അവർക്ക് അപ്പൂപ്പനെ പേടിയായിരുന്നു. അപ്പൊ നമുക്ക് രാജക്ക് കളിക്കാൻ ആരും ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. രാജക്ക് പുറത്തേക്ക് കളിക്കാൻ അപ്പൂപ്പൻ സമ്മതിക്കൂല, ആരെങ്കിലും ഇങ്ങോട്ട് വരാന്ന് വെച്ചാൽ അവർക്ക് അപ്പൂപ്പനെ പേടിയുമായിരുന്നു. സോ രാജ വാസ് ഓൾ അലോൺ ഇൻ ദ ഹൗസ്. ദർ വാസ് നോ വൺ ടു പ്ലേ വിത്ത്. കളിക്കാൻ കൂട്ടുകാരും ഇല്ല. യെസ്
യെറ്റ് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ വാസ് നോട്ട് ഡൾ. പക്ഷേ ഗ്രാൻഡ് ഫാദറിനോടൊപ്പമുള്ള ജീവിതം അങ്ങനെ ബോറിങ്ങും ഡള്ളൊന്നും ആയിരുന്നില്ല. ഐ ലൈക്ക് മൈ ഹോം ആൻഡ് ദ വെരി ലാർജ് ഗാർഡൻ ഓൾ അറൗണ്ട് ഇറ്റ്. എനിക്ക് എൻ്റെ വീടും അതിന് ചുറ്റുമുള്ള വലിയ ഗാർഡൻ തോട്ടമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. there were many trees in the garden. കുറേ മരം ഉണ്ടായിരുന്നു. എന്തൊക്കെ മരം എന്ന് പറഞ്ഞിട്ടുണ്ട്? കോക്കനട്ട് ട്രീസ്, മാംഗോ ട്രീസ് ആൻഡ് അതർ കൈൻഡ്സ് ഓഫ് ട്രീസ്. ആ 2 മരത്തിന്റെ പേര് പറഞ്ഞിട്ട് പിന്നെ കുറേ തരം മരം ഉണ്ടെന്നാണ്. തെങ്ങുണ്ട്, മാവുണ്ട്, പിന്നെ കുറേ തരം മരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. there were birds, butterflies and honey bees. എന്തൊക്കെയുണ്ട്? ബേർഡ്സ് ഉണ്ട്, ബട്ടർഫ്ലൈസ് ഉണ്ട്, ഹണി ബീസ് ഉണ്ട്. പിന്നെന്താണ്? there were many tanks with plenty of fish in them. കുറേ മീനൊക്കെ ഉള്ള ടാങ്കും ഉണ്ട് അവിടെ. കിങ്ഫിഷേഴ്സ് ഉണ്ട്, സ്റ്റോക്സ് ഉണ്ട് ആൻഡ് അതർ വാട്ടർ ബേർഡ്സ് കെയിം ടു ദ ടാങ്ക്സ് ടു ക്യാച്ച് ദ ഫിഷ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? കിങ്ഫിഷർ വരും, സ്റ്റോക്ക് വരും ആൻഡ് അതർ വാട്ടർ ബേർഡ്സ്, വെള്ളത്തിൽ ജീവിക്കുന്ന വേറെ പക്ഷികളൊക്കെ വന്ന് ഈ ഫിഷ് ടാങ്കിലുള്ള ഈ മീനെ തിന്നാൻ വേണ്ടിയിട്ടൊക്കെ അവർ വരുമായിരുന്നു. In a corner of the compound was a grove where trees, shrubs and creepers grew wild. അപ്പോൾ ഒരു കോർണറിൽ ഒരു ഗ്രൂവ് ഉണ്ടായിരുന്നു. അവിടെ ഈ ചെടികളും മരങ്ങളും ഈ വള്ളിച്ചെടികളും ക്രീപ്പേഴ്സ് വരെ ഉണ്ട്. അവിടെ എന്താണ്? കാട് പോലെയാണ് അതൊക്കെ വളർന്നിരുന്നത്. ജാക്കൽസ്, മംഗൂസസ്, വൈൽഡ് കാറ്റ്സ് ആൻഡ് ഔൾസ് ലീവ്ഡ് ഇൻ ദ ഗ്രോ. ആരൊക്കെയാണ് വേറെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ? ജാക്കൽ ഉണ്ടായിരുന്നു, മംഗൂസസ് ഉണ്ടായിരുന്നു, വൈൽഡ് കാറ്റ്സ് ആൻഡ് ഔൾസ്, ഈ 4 പേരും അവിടെ ഉണ്ടായിരുന്നു. We had many cows, bulls and bullocks. കുറേ പശുക്കളും ബുള്ളക്സും ഒക്കെ ഉണ്ടായിരുന്നു. Little cows played and ran about in our garden. ഈ പശുക്കിടാകളൊക്കെ ഗാർഡനിലൊക്കെ ഇങ്ങനെ ഓടി കളിക്കുമായിരുന്നു. I like to play with the calves and I like to watch the birds in the garden. രാജയുടെ മെയിൻ ഹോബി എന്തായിരുന്നു? ഈ പശുക്കിടാവിൻ്റെ ഒക്കെ കൂടെ കളിക്കുന്നതും പിന്നെ എന്തായിരുന്നു? ബേർഡ്സിനെയൊക്കെ നോക്കുന്നതും നിരീക്ഷിക്കുന്നതുമായിരുന്നു രാജയുടെ ഹോബി. I look for jackals coming out of the grove. ജാക്കൽസ് ഗ്രൂവിൻ്റെ ഉള്ളിൽ നിന്ന് വരാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. I ran after mongooses and I caught butterflies and reptiles. മംഗൂസസിന്റെ പുറകെ ഓടുകയും റെപ്റ്റൈൽസിനെയും ബട്ടർഫ്ലൈസിനെയൊക്കെ പിടിക്കുകയും ചെയ്യുമായിരുന്നു രാജ. മേക്കിംഗ് എ ഷവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഷവറിൻ്റെ അടിയിൽ പോയി കുളിക്കാറുണ്ടാവുമായിരിക്കും. ഇവിടെ ഒരു ഷവറിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ഒരു ഷവർ ഉണ്ടാക്കുവാണ്. എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ഇറ്റ് വാസ് ആൻ ഈവനിങ് ആഫ്റ്റർ എ ഹെവി റെയിൻ. ഒരു വലിയൊരു മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വൈകുന്നേരമായിരുന്നു. ഗ്രാൻഡ് ഫാദർ വാസ് പിക്കിംഗ് ഫ്ലവേഴ്സ് ഫ്രം ദ ജാസ്മിൻ ബുഷ് അണ്ടർ ദ സാൻഡൽവുഡ് ട്രീ. ഗ്രാൻഡ് ഫാദർ എന്തായിരുന്നു? പൂവെടുക്കായിരുന്നു. മുല്ലപ്പൂവൊക്കെ താഴെ വീണിട്ടുണ്ടായിരുന്നു. അത് ചന്ദന മരത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ പറക്കുമായിരുന്നു. ദ ലീവ്സ് ഓഫ് ദ ട്രീ വെർ ഫുൾ ഓഫ് റെയിൻ ഡ്രോപ്സ്. എന്തായിരുന്നു? മരത്തിൻ്റെ എല്ലാ ഇലകളിലും എന്തായിരുന്നു? നിറയെ മഴത്തുള്ളികൾ ഉണ്ടായിരുന്നു. I knew I could make rain if I shook the tree and grandfather and I would get a good shower. എനിക്കറിയായിരുന്നു എന്ത്? ഞാൻ ആ മരം പിടിച്ച് കുലിക്കാൽ ഗ്രാൻഡ് ഫാദറിനും എനിക്കും നല്ലവണ്ണം ഒരു ഷവർ കിട്ടും. ഷവർ എന്നിട്ട് മഴ പോലെ കിട്ടും. ഐ ലൈക്ക് ബാത്തിങ് ഇൻ ദ റെയിൻ. പക്ഷേ എനിക്ക് മഴ നനഞ്ഞ് കുളിക്കാൻ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ മഴ നനയുന്നത്? മഴ നനയുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ പനിയൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇപ്പോൾ പാരൻസ് ഒന്നും അധികം സമ്മതിക്കാറില്ല. പണ്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇങ്ങനെ മഴ വന്നാൽ പനി വരുന്ന കാലമൊന്നും അല്ലായിരുന്നു. അപ്പോൾ എല്ലാ കുട്ടികളും മഴയത്തൊക്കെ കളിക്കുകയും മൂടും ഒക്കെ ചെയ്യുമായിരുന്നു. ബട്ട് ഈ മൈറ്റ് നോട്ട് ലൈക്ക് ഇറ്റ്. പക്ഷെ ഗ്രാൻഡ് ഫാദറിന് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. ബട്ട് ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഫൺ. പക്ഷെ അത് നല്ലൊരു കോമഡി അല്ലെങ്കിൽ നല്ലൊരു തമാശ ആയിരിക്കും എന്നാണ് രാജ വിചാരിക്കുന്നത്. നോക്കാൻ തമാശയാവുമെന്ന്. സോ ഐ ക്വൈറ്റ്ലി വെന്റ് നിയർ ദ സാൻഡൽവുഡ് ട്രീ ആൻഡ് ഷുക്ക് ഇറ്റ് വിത്ത് ഓൾ മൈ സ്ട്രെങ്ത്. അപ്പം ഞാൻ പതുക്കെ ചെന്ന് ആ മരത്തിൻ്റെ അവിടെ ചെന്നിട്ട് ഒരൊറ്റ കുലുക്കി എല്ലാ സ്ട്രെങ്ത്തും എടുത്തിട്ടാണ്. മനസ്സിലായോ? രാജയാണ് ഒരു മരമാണ് കുലുക്കുന്നത്. മരം കുലുക്കണമെങ്കിൽ രാജ കുട്ടിയാണല്ലോ. അപ്പോൾ രാജക്ക് അത്യാവശ്യം ആരോഗ്യം വേണമല്ലോ. There was a heavy shower and both grandfather and I were soaked. വലിയൊരു മഴയുണ്ടായി. അതായത് മഴ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മഴ പെയ്യുമ്പോൾ മരത്തിൻ്റെ അടിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മഴ നനയില്ല അല്ലേ? കാരണം ആ ലീവ്സ് ഒക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. പക്ഷെ മഴ കഴിയുമ്പോൾ ഈ ലീവ്സ് ഈ കുറേ വെള്ളം ഇങ്ങനെ ഡ്രോപ്സ് ആയിട്ട് കിടക്കണ വെള്ളമൊക്കെ ഇങ്ങനെ താഴെ ഇറ്റിട്ടിട്ട് വീഴുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കുലുക്കി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? നല്ലോണം വെള്ളം വീഴും അല്ലേ? അപ്പോൾ ഇവിടെയും എന്താണ്? നല്ലോണം മഴയുണ്ടായിരുന്നു. നല്ലോണം വെള്ളം കിട്ടി. അവർ രണ്ടുപേരും കുതിർന്നു. സോക്ഡ് എന്ന് പറയുമ്പോൾ ഗ്രാൻഡ് ഫാദറും രാജയും കുതിർന്നു പോയി എന്നാണ് പറയുന്നത്. ഐ ലവ്ഡ് ഇറ്റ്. എന്താണ്? രാജയ്ക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. ബട്ട് ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട്. ഗ്രാൻഡ് ഫാദർ ഓൾറെഡി അത്യാവശ്യം ആള് ഉച്ചത്തിലൊക്കെ സംസാരിക്കും. ഒരു ടോളാണ്. പുറത്തേക്ക് കളിക്കണ ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലായപ്പോൾ ഒരു ഇത്തിരി സ്ട്രിക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായായിരുന്നു അല്ലേ? പുറത്തുനിന്നുള്ള പിള്ളേർക്കും പേടിയാണ്.
അപ്പൊ നമുക്ക് മനസ്സിലായി ആളൊരു ഇത്തിരി സ്ട്രിക്റ്റ് ആണ്. ആ ആള് നിൽക്കുമ്പോഴാണ് രാജ ഈ മരം പിടിച്ച് കുലുക്കിയേക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ മരം പിടിച്ച് കുലുക്കിയേക്കുമല്ലേ. അപ്പോ ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാവണത്? രാജക്ക് ഭയങ്കര ഇഷ്ടമായി മഴ നനഞ്ഞത്. പക്ഷേ ഗ്രാൻഡ് ഫാദറിന് ഇഷ്ടപ്പെട്ടില്ല. ഹി ടേൺ ടു മീ വിത്ത് ആൻ ആംഗ്രി ലുക്ക്. എന്താണ്? ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി. ദേഷ്യം വരൂലേ? ദേഷ്യം വരും. ഈ മഴയൊക്കെ നനയാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ മഴയൊക്കെ നനഞ്ഞു വരുമ്പോ ഭയങ്കര ഒരു ദേഷ്യം വരും. ഐ വാസ് ഷുവർ ഹി വുഡ് ക്യാച്ച് മീ ആൻഡ് ബീറ്റ് മീ. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഗ്രാൻഡ് ഫാദർ എന്നെ പിടിച്ച് എന്നെ തല്ലുമെന്ന്. നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം കുരുത്തക്കേടാണല്ലോ കാണിച്ചേക്കുന്നത്. അപ്പൊ നല്ലത് കിട്ടുമല്ലോ. സോ ഐ റാൻ. അതുകൊണ്ട് ഞാൻ ഓടി. ഹി റാൻ ആഫ്റ്റർ മീ. ഗ്രാൻഡ് ഫാദർ എന്റെ പുറകെ ഓടി. ഐ റാൻ ഫാസ്റ്റ്. ഞാൻ സ്പീഡിൽ ഓടി. ആര്? രാജ സ്പീഡിൽ ഓടി. ബട്ട് ഹി റാൻ ഫാസ്റ്റർ. അപ്പൊ എന്താണ്? ഗ്രാൻഡ് ഫാദർ അതിലും സ്പീഡിൽ ഓടി. He had almost caught me when he stumbled and fell. അപ്പൊ എന്താണ്? എന്നെ പിടിക്കാറായപ്പോഴേക്കും ഗ്രാൻഡ് ഫാദർ എന്നെ പിടിക്കാറായപ്പോഴേക്കും എന്ത് സംഭവിച്ചു? പെട്ടെന്ന് കാല് തെറ്റി ഗ്രാൻഡ് ഫാദർ വീണുപോയി. I ran away to the paddy fields and hid myself there. എന്താണ്? ഞാൻ പാഡി ഫീൽഡ്സിലോട്ട് പോയിട്ട് അവിടെ ഒളിച്ചിരുന്നു. I heard grandfather shout that he would teach me a lesson when I came back home. ഞാൻ കേട്ടു ഗ്രാൻഡ് ഫാദർ പറയുന്നത്. എന്തായിരുന്നു ഗ്രാൻഡ് ഫാദർ പറഞ്ഞാൽ? ഞാൻ വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോ എന്നെ ഒരു നല്ല പാഠം പഠിപ്പിക്കും എന്ന് പറയുന്നത് ഞാൻ കേട്ടു. മനസ്സിലായല്ലോ? അപ്പൊ ഒരു ഷവറാണ്, ഒരു മഴ നനഞ്ഞൊരു സംഭവം. അതിപ്പോ ഇത്തിരി സീരിയസ് ആയില്ലേ? ഗ്രാൻഡ് ഫാദർ പുറകെ ഓടിയതാണ് രാജനെ പിടിക്കാൻ വേണ്ടിയിട്ട്, പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ കാല് തെറ്റി വീഴുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അദ്ദേഹം പറയുന്നുണ്ട്, തിരിച്ചു വരുമ്പോ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കും എന്നൊരു വാർണിംഗ് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ സ്ട്രിക്റ്റ് ആണെന്ന് മനസ്സിലായല്ലോ. ഐ ഡി നോട്ട് വാണ്ട് ടു ഗോ ഹോം ബിക്കോസ് ഐ ഫിയർഡ് ഗ്രാൻഡ് ഫാദർ വുഡ് ബീറ്റ് മീ. എനിക്ക് വീട്ടിൽ തിരിച്ചു പോകണ്ടായിരുന്നു. കാരണം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഗ്രാൻഡ് ഫാദർ എന്നെ തല്ലുമെന്ന്. കുരുത്തക്കേട് കാണിച്ചാൽ തല്ല് കിട്ടണ്ടേ. ഐ സ്റ്റേഡ് ഓൺ ഇൻ ദ ഫീൽഡ്സ്. എന്താണ്? ഞാൻ പാടത്ത് തന്നെയൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്നു. ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്. അപ്പോഴാണ് ഇരുട്ടാവാൻ തുടങ്ങി. ഇരുട്ടാവാൻ തുടങ്ങിയപ്പോൾ എന്ത് പറ്റി? ഐ വാസ് അഫ്രേഡ് ടു സ്റ്റേ ദെയർ അലോൺ ഇൻ ദ ഡാർക്ക്നെസ്. അവിടെ ഇരുട്ടത്ത് ഒറ്റയ്ക്ക് ഇരിക്കാൻ എനിക്ക് പേടിയായി. ഐ റിമെമ്പേർഡ് ഓൾ ദ ഗോസ്റ്റ് സ്റ്റോറീസ് ഐ ഹാഡ് ഹേർഡ്. ഈ രാത്രി ആവുമ്പോഴാണ് നമ്മളിങ്ങനെ കുറെ പ്രേതത്തിന്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ കഥയൊക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ വരും. അപ്പൊ രാത്രി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഈ പ്രേതത്തിന്റെ സ്റ്റോറീസ് ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അതത്ര നല്ല സുഖമുള്ള കാര്യമല്ല അല്ലേ? അപ്പോൾക്കും നമ്മൾക്ക് തോന്നും നിഴലനങ്ങളുണ്ടോ, ആ മരാനങ്ങളുണ്ടോ, ഇങ്ങനെയൊക്കെ ഒരു ഇല്ലേ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഈവൻ കട്ടിലടിയിൽ നിന്ന് തന്നെ ആള് വന്നത് തോന്നിയിട്ടുണ്ടാവോ? നിങ്ങൾ ഗോസ്റ്റ് സ്റ്റോറീസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലൊക്കെ തോന്നിയിട്ടുണ്ടാവും. ഒന്ന് ജനല പൂട്ടിയോ ഒന്ന് തൊട്ടുവെക്കോ വല്ല സൗണ്ട് കേൾക്കണുണ്ടോ അല്ലേ? അപ്പൊ രാജക്കും പേടിയായി. ഐ സ്റ്റോഡ് അപ്പ്, ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് ദെൻ റാൻ ടുവേർഡ്സ് ഹോം. ഞാൻ എഴുന്നേറ്റു, ചുറ്റും നോക്കി, ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു വീട്ടിലോട്ട്. വീട്ടിൽ പോകില്ലെന്ന് പറഞ്ഞ ആളാണേ. ഇപ്പൊ വീട്ടിലോട്ട് ഓടി. പക്ഷെ നമുക്ക് എങ്ങോട്ടാ പോയി നോക്കണ്ടേ? ഐ വാസ് സ്റ്റിൽ അഫ്രൈഡ് ടു ഫേസ് ഗ്രാൻഡ് ഫാദർ. പക്ഷേ ഗ്രാൻഡ് ഫാദറിനെ അഭിമുഖീകരിക്കാൻ എനിക്ക് പേടിയായിരുന്നു. ഗ്രാൻഡ് ഫാദറിന് മുമ്പിൽ ചെന്നിക്കാനേ ഇപ്പോഴും പേടിയാണ് കേട്ടോ. സോ ഐ ഡിഡ് നോട്ട് ഗോ ഇൻസൈഡ് ദ ഹൗസ്. അതുകൊണ്ട് തന്നെ ഞാൻ വീടിന്റെ ഉള്ളിലോട്ട് പോയില്ല. ഐ വെന്റ് ടു ദ കൗ ഷെഡ് ആൻഡ് ടുക്ക് ഷെൽട്ടർ ഇൻ ദ ലോഫ്റ്റ്. എവിടെയാണ് ചെയ്തത്? എങ്ങോട്ടാ പോയേ? കൗ ഷെഡ് എന്ന് പറയുമ്പോ എന്താണ്? പശുത്തൊഴുത്ത് അല്ലെ? അവിടെയാണ് പോയത്. എന്നിട്ട് അവിടെ ഷെൽട്ടർ നടക്കുക, അവിടെ ലോഫ്റ്റില് റെസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഫ്രം ദർ ഐ കുഡ് സീ ഗ്രാൻഡ് ഫാദർ സിറ്റിംഗ് ഓൺ ദ വെറാൻഡ സേയിങ് ഹിസ് പ്രേസ്. അവിടെ ഇരുന്ന് എനിക്ക് കാണാൻ പറ്റുമായിരുന്നു ഗ്രാൻഡ് ഫാദർ പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ കുരുത്തക്കേട് കാണിച്ച് കല്ല് കിട്ടുന്ന പേടിയായപ്പോ ഇപ്പോൾ ആള് ഒളിച്ചിരിക്കുകയാണ് പശുത്തൊഴുത്തില്. അത്രയും നമുക്ക് ക്ലിയർ ആയില്ലേ? ഗ്രാൻഡ് മദർ വാസ് വെയിറ്റിംഗ് ഫോർ മീ. അപ്പൊ ഗ്രാൻഡ് മദർ കാത്തിരിക്കുകയാണ്. രാജനെ കാണാനില്ലല്ലോ, സന്ധ്യയായി, ഇരുട്ടായി. പക്ഷെ രാജനെ കാണാനില്ല. രാജനെ എങ്ങനെ കാണും? രാജ ഒളിച്ചിരിക്കുമല്ലേ. എവിടെ ഒളിച്ചിരിക്കുന്ന? കൗ ഷെഡില്, പശുത്തൊഴുത്തിലെ ലോഫ്റ്റിൽ ഒളിച്ചിരിക്കുക. ലോഫ്റ്റ് എന്ന് പറയുമ്പോൾ തട്ടാണ്. വലിയ വലിയ പശുത്തൊഴുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പശുത്തൊഴുത്തിൽ ഒരു തട്ടൊക്കെ ഉണ്ടാവും. അവിടെ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ രാജ. ഷീ ലുക്ക് ഫോർ മീ എവ്രിവെയർ ഇൻ ദ ഹൗസ്. വെൻ ഐ ഡിഡ് നോട്ട് ടേൺ അപ്പ് ഷീ ലുക്ക് ഫോർ മീ എവ്രിവെയർ ഇൻ ദ ഹൗസ്. എന്നെ കാണാതായപ്പോ എന്നെ നോക്കി ആ വീട് മുഴുവൻ അന്വേഷിച്ച് നടന്നു. ആര്? അമ്മുമ്മ അല്ലേ? ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നമ്മുടെ അവിടെ തന്നെ ഇരിപ്പുണ്ട് അതല്ലേ, കണ്ടുകൊണ്ടിരിക്കുവാണേ. Then she came out and called aloud for me, thinking that I was somewhere in the garden. അതിനുശേഷം വീടിന്റെ പുറത്തിറങ്ങി വന്നിട്ട്
ഒച്ചത്തി വിളിച്ചു എൻ്റെ പേര്. എന്തിനാ? കാരണം അമ്മൂമ്മ വിചാരിച്ചു ഞാൻ തോട്ടത്തിൽ എവിടെയൊക്കെയോ ഉണ്ടെന്ന് വിചാരിച്ചു. നമുക്കറിയാം, നമ്മളിപ്പോൾ കളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാർ നമ്മൾ ഒച്ചത്തി വിളിക്കും. ഇപ്പൊ ഞാൻ രാജാന്ന് തന്നെ വിളിക്കാം കേട്ടോ, രാജ രാജ എന്ന് പറഞ്ഞിട്ട് ഒച്ചത്തി വിളിക്കും. സെയിം വേ ഇവിടെ അമ്മുമ്മയും വിളിക്കുന്നുണ്ട് അല്ലേ? നിങ്ങളുടെ പേര് ഓരോരുത്തരുടെ പേര് ഡിഫറെന്റ് ആയതുകൊണ്ടിട്ടാണ് മിസ് പേര് വിളിക്കാത്തത്. അപ്പോൾ രാജനെ തന്നെയാണ് മിസ്സും വിളിച്ചത്. അപ്പൊ അമ്മുമ്മയും വിളിച്ചിട്ടും വല്ലതും കേട്ടോ? ഷീ ഡി നോട്ട് ഗെറ്റ് എനി ആൻസർ. മറുപടി ഒന്നും കിട്ടിയില്ല. ഇപ്പൊ നമ്മൾ വിളിച്ച് നമ്മൾ പറയും, ഇപ്പൊ വന്നിട്ട് അമ്മ എന്ന് അറിയില്ലേ, ഇപ്പൊ വന്നിട്ട് വരാട്ടാ എന്നൊക്കെ പറയില്ലേ. സോ പക്ഷെ ഇവിടെ മറുപടി ഒന്നും കിട്ടിയില്ല. ദെൻ ഷീ വെന്റ് ടു ഗ്രാൻഡ് ഫാദർ ആൻഡ് ആസ്ക്ഡ് ഹിം വേർ ഐ വാസ്. എന്താണ്? ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു ഞാൻ എവിടെയാണെന്ന്. യു ലുക്ക് ഫോർ ഹിം ഇൻ ദ ഹൗസ്, ഗ്രാൻഡ് ഫാദർ സെഡ് ഹി ഈസ് ഹൈഡിങ് സംവെയർ. നീ വീടിന്റെ ഉള്ളിൽ നോക്കൂ. അപ്പം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അവൻ എവിടെയോ ഒളിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. He is not in the house, grandmother said. I look for him everywhere. അവൻ വീടിന്റെ ഉള്ളിലില്ല. ഞാൻ അവനെ അന്വേഷിച്ച് വീട് ചുറ്റും നോക്കിയതാണ് എന്ന് അമ്മുമ്മയും പറഞ്ഞു. The news spreads. എന്ത് ന്യൂസ് ആണ് സ്പ്രെഡ് ആവുന്നതെന്ന് നോക്കാം. Then grandfather stood up and went outside and called aloud. അത് കഴിഞ്ഞപ്പോൾ ഗ്രാൻഡ് ഫാദർ എഴുന്നേറ്റ് പുറത്തിറങ്ങി നിന്നിട്ട് ഒച്ചത്തി വിളിച്ചു. എന്താണ് പറഞ്ഞത്? കം രാജ കം, ഐ വോണ്ട് ബീറ്റ് യു. എന്താ പറഞ്ഞേ? രാജാ വാ, ഞാൻ നിന്നെ തല്ലില്ല എന്ന് ഒരു പ്രോമിസ് പോലെ പറയുവാണ്. ബട്ട് ഐ ഡിഡ് നോട്ട് ആൻസർ ഹിം ഫോർ ഐ തോട്ട് ദാറ്റ് ഹി വുഡ് ബീറ്റ് മീ. പക്ഷെ ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല, കാരണം എനിക്ക് പേടിയുണ്ടായിരുന്നു അപ്പൂപ്പൻ എന്നെ തല്ലുമെന്ന്. ഗ്രാൻഡ് ഫാദർ തല്ലുമെന്ന് പേടിച്ചിട്ട് രാജ അതിനും ഒരു മറുപടിയും പറഞ്ഞില്ല. രാജ ഇതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഗ്രാൻഡ് മദർ വാസ് ആംഗ്രി ആൻഡ് സെഡ് ഹി വോണ്ട് കം, യു ഡ്രോവ് ഹിം അവേ. എന്താണ് പറഞ്ഞത്? ഗ്രാൻഡ് മദറിന് ദേഷ്യം വന്നു. എന്നിട്ട് പറഞ്ഞു അവൻ വരില്ല, നിങ്ങൾ അവനെ ഓടിച്ചു വിട്ടു എന്ന് ഗ്രാൻഡ് മദർ ദേഷ്യത്തോടെ പറഞ്ഞു. ഐ ഹേർഡ് യു സേ ദാറ്റ് യു വുഡ് ബീറ്റ് ഹിം ഇഫ് ഹി കെയിം ഹോം. ഞാൻ കേട്ടതാണ് നിങ്ങൾ പറയണത്. എന്താ പറഞ്ഞേ? അവൻ വന്നാ നിങ്ങൾ തല്ലുമെന്ന് പറഞ്ഞത് ഞാൻ കേട്ടതാണ്, അതുകൊണ്ട് അവൻ വരില്ല എന്ന് പറഞ്ഞു. Poor child, he is afraid of you and has run away. അമ്മൂമ്മ എന്താ പറഞ്ഞേ? ആ പാവം കുട്ടി, ആ കുട്ടിക്ക് നിങ്ങളെ ഭയങ്കര പേടിയായതുകൊണ്ട് അവൻ ഓടിപ്പോയി എന്ന് അമ്മൂമ്മ തീരുമാനിച്ചു. Grandfather called the servants and asked them to go out and look for me. അപ്പൊ എന്താണ്? ഗ്രാൻഡ് ഫാദർ സെർവൻസിനൊക്കെ, വലിയ വീടാണല്ലോ, കുറെ ജോലിക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ജോലിക്കാരെയൊക്കെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു പോയി രാജനെ അന്വേഷിക്കാൻ പറഞ്ഞു. They went out but after a while returned to say that they could not find me. അവർ പുറത്തു പോയി കുറച്ചു നേരം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു അവർക്ക് എന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്ന്. ഈ എന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്ന് എല്ലാ മുകളിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കണ ഈശ്വരനെ പോലെ അവിടെ ഒരാൾ ഇപ്പൊ ഇരിക്കുക, കണ്ടോണ്ടിരിക്കുക. Grandmother started weeping. അമ്മൂമ്മ കരയാൻ തുടങ്ങി. Grandfather started walking up and down the courtyard. Grandfather ആണെങ്കിലോ കോട്ടിയാടിന്റെ ചുറ്റും ഇങ്ങനെ ഉല്ലാത്തും. ഇങ്ങനെ ആണുങ്ങൾക്ക് ടെൻഷൻ വരുമ്പോൾ കോമൺലി കാണാം അവർ കരയല്ല ചെയ്യുക, അവരിങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ട്, കൈയൊക്കെ പുറകെ കെട്ടിയിട്ട്. സോ ഗ്രാൻഡ് ഫാദർ ഇവിടെ അത് തന്നെ ചെയ്യുവാണ്. The news that I was missing spread. ഞാൻ എന്നെ കാണാനില്ലെന്ന വാർത്ത പടർന്നു. Our neighbors came first, then our relatives, and then the others who had heard the bad news. എന്താണ്? ആദ്യം അയൽവക്കക്കാർ വന്നു, അത് കഴിഞ്ഞ് ബന്ധുക്കൾ വന്നു, അത് കഴിഞ്ഞ് ഈ മോശം വാർത്ത അല്ലെങ്കിൽ ഈ സങ്കടകരമായ വാർത്ത കേട്ട എല്ലാവരും തന്നെ എത്തി. Many came to offer their sympathies to the grandmother. എന്താണ്? പലരും വന്നത് ഗ്രാൻഡ് മദറിനോട് സിമ്പതൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിമ്പതൈസ് ചെയ്യാന്ന് പറയുമ്പോൾ പോട്ടെ, വിഷമിക്കല്ലേ, കുട്ടി വരൂ കേട്ടോ, കുട്ടി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, സേഫ് ആയിരിക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ആൾക്കാരെ കൺസോൾ ചെയ്യാറുണ്ട്. സോ ഇവിടെയും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. സോ ആശ്വസിപ്പിക്കുകയാണ് ഗ്രാൻഡ് മദറിനെ. ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ലൈക്ക് ദിസ്. ഗ്രാൻഡ് ഫാദറിന് ഇഷ്ടപ്പെട്ടില്ല. ഹി ഷൗട്ടഡ് നത്തിങ് ഹാസ് ഹാപ്പൻ ടു ദ ബോയ്, ഹി ഈസ് ഹൈഡിങ് സംവെയർ. എന്താണ്? ഗ്രാൻഡ് ഫാദറിന് ഇതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഗ്രാൻഡ് ഫാദർ ഷൗട്ട് ചെയ്തിട്ട് പറഞ്ഞു കുട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, അവൻ എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. Can't some of you go out and find him instead of wasting your time here? നിങ്ങൾക്ക് ആർക്കെങ്കിലും പുറത്തു പോയി അവനൊന്ന് കണ്ടുപിടിക്കാൻ പാടില്ലേ? നിങ്ങൾ വെറുതെ ടൈം ഇവിടെ വേസ്റ്റ് ചെയ്യണതിന് പകരം എന്നാണ്. കാരണം അവര് പോട്ടെ, സാരിയില്ല, പോട്ടെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലരൊക്കെ പറയുന്നത് കുട്ടീനെ കാണാനില്ലല്ലോ, അവർ ഓൾറെഡി ഒരു നിഗമനത്തിൽ എത്തിക്കഴിഞ്ഞു, കുട്ടി കാണാനില്ല. അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞ് വെറുതെ അമ്മൂമ്മനെ വിഷമിക്കാതെ പുറത്തു പോയി കണ്ടുപിടിച്ചൂടെ എന്ന് ദേഷ്യപ്പെടുകയാണ് ഗ്രാൻഡ് ഫാദർ ചെയ്യുന്നത്. Some of them went out to search for me. അപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ പുറത്തുപോയി. എന്തിനാണ്? രാജനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. More and more people came and soon there was a big crowd. കുറെ ആൾക്കാർ വന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഒരു വലിയൊരു ജനക്കൂട്ടമായി എവിടെ? രാജയുടെ വീടിന്റെ മുമ്പിൽ. By now grandmother had lost all hope of seeing me again. അപ്പോഴേക്കും അമ്മമ്മക്ക് എന്നെ ഇനി വീണ്ടും കാണും എന്നുള്ള പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. She started telling the people what a good boy I was.
എന്താ പറഞ്ഞേ? അവൻ എന്ത് നല്ല കുട്ടിയായിരുന്നു എന്ന് ആര് പറഞ്ഞു? ഗ്രാൻഡ് മദർ പറഞ്ഞു. അങ്ങനെയാണല്ലോ, നമ്മളിപ്പോൾ ഒരാൾ കാണാതെയാവുക, ഒരാൾ മരിച്ചു കഴിയുക, അപ്പോഴായിരിക്കും അയാളെ കുറിച്ച് അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു, അല്ല അങ്ങനെയായിരുന്നു, അല്ല ഇങ്ങനെയായിരുന്നു, ജീവിച്ചിരിക്കുമ്പോൾ നല്ലതൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. ദ സെർച്ച് പാർട്ടി ഈസ് റിട്ടേൺ വിത്തൗട്ട് ഫൈൻഡിങ് മീ. അന്വേഷിക്കാൻ പോയവരും തിരിച്ചു വന്നു, പക്ഷേ രാജനെ കണ്ടുകിട്ടിയില്ല. ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ് ലൗഡ്ലി. ഇപ്പൊ ഗ്രാൻഡ് മദറിന്റെ കരച്ചിൽ ഒച്ചത്തിലായി. ദ വുമൺ ഇൻ ദ ക്രൗഡ് ഓൾസോ വെപ്റ്റ്. കൂട്ടത്തിലുള്ള സ്ത്രീകളും കരയാൻ തുടങ്ങി. ദ സെർവൻസ് ഓഫ് ദ ഹൗസ് ജോയിൻഡ് ഇൻ ദ വീലിംഗ്. അപ്പൊ വീട്ടിലെ ജോലിക്കാരും അവരും പങ്കുചേർന്നു. ദേ ഓൾ ആക്ടഡ് ആസ് ഇഫ് ഐ വെർ ഡെഡ്. ഇവരൊക്കെ കാണിക്കുന്നുണ്ടാത്തൊന്നും ഞാൻ മരിച്ചു എന്ന് വിചാരിക്കും അല്ലെ, അങ്ങനെയാണ് അവരൊക്കെ കരയുന്നത്. ഐ ഫെൽറ്റ് വെരി സോറി ഫോർ ഗ്രാൻഡ് മദർ, ഐ വാണ്ടഡ് ടു കം ഔട്ട്. എനിക്ക് ഗ്രാൻഡ് മദറിന്റെ ഈ കരച്ചിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പാവം തോന്നി ഗ്രാൻഡ് മദറിനോട്. എനിക്ക് പുറത്തോട്ട് വന്നം എന്ന് തോന്നി എന്നാണ് രാജ പറയുന്നത്. വരോ, ഗ്രാൻഡ് ഫാദർ വാസ് എ മാൻ ഓഫ് സ്ട്രോങ് വിൽ. എന്താണ്, ഗ്രാൻഡ് ഫാദർ ഒരു സ്ട്രോങ് വിൽ ഉള്ള ഒരു മനുഷ്യനായിരുന്നു കൊണ്ടിട്ട്. ബട്ട് ഐ ന്യൂ ദാറ്റ് ഹി ടു ഫെൽറ്റ് വെരി സാഡ്. പക്ഷെ ഗ്രാൻഡ് ഫാദറിനും എന്താണ്, അവിടെ സങ്കടം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ലൈക്ക് ഗ്രാൻഡ് ഫാദറിനോട് എനിക്ക് സങ്കടം തോന്നി. ഹി ഡിഡ് നോട്ട് ഹവർ ലൂസ് ഹോപ്പ്. പക്ഷെ ഗ്രാൻഡ് ഫാദറിന് പ്രതീക്ഷയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ഹി സ്റ്റുഡ് അപ്പ്, ടേൺഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അവർ ഫാമിലി ടെമ്പിൾ ആൻഡ് പ്രേഡ്. അപ്പോൾ എഴുന്നേറ്റിട്ട് ഫാമിലി ടെമ്പിൾ ഉണ്ട്, അതിൻ്റെ ഡയറക്ഷനിൽ നിന്നിട്ട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ച? ഹെൽപ്പ് മീ ഗോഡ്, ഹി സെഡ്, ഗിവ് മീ മൈ ചൈൽഡ്. എന്താണ്, ദൈവമേ എന്നൊന്ന് സഹായിക്കൂ, എനിക്ക് എൻ്റെ കുട്ടീനെ തിരിച്ചു തരൂ. ഐ വോണ്ട് ഹിം നൗ, ഐ കനോട്ട് വെയിറ്റ് എനി ലോങ്ങർ. എനിക്ക് അവനെ ഇപ്പോൾ വേണം, ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ. ഹി ദെൻ സ്റ്റുഡ് സൈലന്റ് ഇൻ പ്രെയർ. അതിനുശേഷം ഗ്രാൻഡ് ഫാദർ സൈലന്റ് ആയിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ ഒരു ലൈക്ക് നമ്മൾ ഒരാളെ കാണുന്നില്ല, അയാൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ ആ കാണാതായ ആരാണോ കാണാതായ അയാൾ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ആ സിറ്റുവേഷനൊക്കെ എന്നിട്ടും രാജാവ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ കരച്ചിലായി, ബഹളം എല്ലാമായി, ജനക്കൂട്ടമായി, എന്നിട്ടും രാജാവ് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല. അറ്റ് ദാറ്റ് മൂമെന്റ് അങ്കിൾ റിട്ടേൺ. അപ്പോഴാണ് അങ്കിള് തിരിച്ചെത്തിയത്. ഹി ലേൺ വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ഹോം. അപ്പൊ അങ്കിളിന് മനസ്സിലായി എന്താണ് ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കണേന്ന്. ഹി ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് ഗെസ്ഡ് വെയർ ഐ വാസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഥയുടെ തുടക്കത്തില് അങ്കിളിന് നല്ല ബുദ്ധിയാണെന്ന് അല്ലേ. ചുറ്റും നോക്കിയിട്ട് ഊഹിച്ചു ഞാൻ എവിടെയാണെന്നുള്ളത്. ഹി കെയിം ടു ദ കൗഷെഡ് ആൻഡ് ആസ്ക്ഡ് മീ ടു കം ഡൗൺ. ആ കൗഷെഡിന്റെ അടുത്ത് വന്നിട്ട് എന്നോട് താഴത്തോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. ഐ കെയിം ഡൗൺ, ഞാൻ താഴ്ത്തിറങ്ങി. അങ്കിൾ ടുക്ക് മീ ഇൻ ടു ദ ഹൗസ്. അങ്കിള് എന്നെ വീടിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോയി. ഗ്രാൻഡ് ഫാദർ ഹാഡ് ജസ്റ്റ് ഫിനിഷ്ഡ് ഹിസ് പ്രയർ ആൻഡ് ടേൺ. ഗ്രാൻഡ് ഫാദർ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞപ്പോൾക്കും ആസ് ഹി ഓപ്പൺഡ് ഹിസ് ഐസ് ഹി സോ മീ സ്റ്റാൻഡിങ് ബിഫോർ ഹിം. എന്താണ്, കണ്ണു തുറന്ന് നോക്കിയപ്പാ എന്താണ് കണ്ടത്? രാജ നിൽക്കുന്നതാണ്, മുന്നിൽ നിൽക്കുന്നതാണ് കണ്ടത്. ഹി ടുക്ക് മീ അപ്പ് ഇൻ ഹിസ് ആർംസ് ഇൻ ജോയ്, ഹഗ്ഡ് മീ ആൻഡ് സെഡ്, ഗോഡ് ഹിയർഡ് മൈ പ്രേസ് ആൻഡ് ഹാസ് ഗിവൺ യു ബാക്ക് ടു us. എന്താണ്, സന്തോഷം കൊണ്ട് കയ്യിലെടുത്ത് കെട്ടിപ്പിടിച്ച് എന്നിട്ട് പറഞ്ഞു, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് നിന്നെ ഞങ്ങൾക്ക് തന്നതാണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ രാജയുടെ കുരുത്തക്കേട് കാരണമാണ് തല്ലും എന്ന് പറഞ്ഞത്. നിങ്ങളെയും ഇതുപോലെ വീട്ടിൽ വഴക്കൊക്കെ പറയും എന്നൊക്കെ ചെയ്യും, വീട്ടിൽ വന്നാൽ കാണിച്ചു തരാന്നൊക്കെ പറയുമ്പോൾ ഡോണ്ട് ഡു ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം ആ ഒരു ദേഷ്യത്തിന് പെട്ടെന്ന് ഇതാണ് കൊണ്ട് പറയണതാ, അല്ലാതെ അങ്ങനെ നിങ്ങളെയൊക്കെ തല്ലി ആരെങ്കിലും കൊല്ലൂ? ഇല്ലല്ലോ, ഒന്നും ചെയ്യില്ല. ജസ്റ്റ് ഒരു തല്ല് കിട്ടുകയല്ലേ ഉള്ളൂ. എന്തിനിങ്ങനെ ഒളിച്ചിരുന്ന് വെറുതെ എന്തോരം വിഷമിച്ചു അല്ലേ. ഗ്രാൻഡ് ഫാദർ വിഷമിച്ചു, ഗ്രാൻഡ് മദർ വിഷമിച്ചു, അങ്കിള് ആദ്യമേ വരേണ്ടതായിരുന്നു അല്ലേ. അങ്കിൾ എവിടെയോ പോയേക്കായിരുന്നു. എന്തായാലും കഥയുടെ അവസാനമാണ് അങ്കിള് വരുന്നത്. അങ്കിള് വന്നപ്പോൾ തന്നെ അങ്കിൾക്ക് കാര്യം മനസ്സിലായതുകൊണ്ട് അമ്മാവൻ കണ്ടുപിടിക്കുന്നുണ്ട് രാജനെ. എന്തായാലും കഥക്ക് ഒരു ശുഭപര്യവസാനമാണെങ്കിലും രാജനെ പോലെയൊന്നും ആവരുത് കേട്ടോ നിങ്ങൾ അല്ലേ. രാജനെ പോലെ ആവരുതല്ലോ, ഇച്ചിരി ക്രൂവലിറ്റി അല്ലേ. എല്ലാവരും ഇത്രയും കരയണ കണ്ടിട്ടും ഈവൻ അപ്പൂപ്പൻ വരെ വിഷമിക്കുന്ന കണ്ടിട്ടും രാജ അവിടെ നിന്ന് ഇറങ്ങി വരാൻ കൂട്ടാക്കിയില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ ആവണ്ട. അപ്പോൾ നമ്മുടെ കഥ അവസാനിച്ചു. നമുക്ക് ബാക്കി ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും നോക്കാം.